ഹായ് കൂട്ടുകാരെ, ഇന്നെൻ്റെ ഇളയച്ചൻ്റെ മകളുടെ അടിയന്തരം കേട്ടോ. ഞങ്ങൾ ആലുവ പോവുകയാണ്. വണ്ടിയിൽ കയറിയിരുന്ന് അസ്ഥി കൊണ്ടുപോയിടൂല്ലേ നമ്മൾ, അതാണ്ട പിണ്ണം മുങ്ങൽ ആലുവയിൽ. അപ്പം ഞങ്ങൾ അങ്ങോട്ട് തിരിക്കുകയാണ് കേട്ടോ. നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ. നല്ല ബ്ലോക്കായിരുന്നു. പിന്നെ ഞങ്ങളവിടെ എത്തി. ഇതേ കണ്ട ആലുവ മണപ്പുറം കണ്ട അസ്ഥിയൊക്കെ ഒഴുക്കി ഞങ്ങൾ മേത്തൊക്കെ കുറച്ച് തളിച്ച് വെള്ളമൊക്കെ തളിച്ച്. പിന്നെ എൻ്റെ കയ്യിലുണ്ടായ തേങ്ങാമുറി അതൊക്കെ നമ്മൾ ഇവിടെ തന്നെ ഇടണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ഇട്ട് കൊടുത്ത് അരിയൊക്കെ ഉണ്ടായതിൽ അതൊക്കെ പ്രാവിന് ഇട്ട് കൊടുത്ത്. ഇവിടെയൊക്കെ ആളുകൾ ഇരിക്കണുണ്ട. എല്ലാവരും ഇവിടെ വന്ന് ബലിയിടും. ഓരോ ടെൻറ്റ് കെട്ടിയിരിക്കുകയാണ് ഓരോരുത്തർ. ഇവിടെ വന്ന് ബലിയിടാനായിട്ടേ ബലിയിടുകണ്ട. ഒരു ചേച്ചി അവിടെ ഇരുന്ന് ബലിയിടുന്നുണ്ട് കണ്ട. എല്ലായിടവും ടെൻറ്റ് കെട്ടി വെച്ചിരിക്കുക. ഏതാണ് അമ്പലം കേട്ടാ, ആലുവ അമ്പലം ശിവക്ഷേത്രം. ഈ ആലുവയാണ് എപ്പോഴും മഴ വരുമ്പോൾ വെള്ളപ്പൊക്കത്തിൽ മുങ്ങുന്ന അമ്പലം. ഇവിടെ എവിടെയോ നമ്മുടെ സിനിമാ നടൻ ദിലീപിൻ്റെ വീട്. ഏതാണെന്നറിയില്ല കേട്ടോ. എല്ലാവരും കളിയാക്കി ഇതേ കാവ്യമാധവൻ്റെ അവിടെ ഇരിപ്പുണ്ടെന്നൊക്കെ പറഞ്ഞ്. ഇവിടെ എവിടെയോ ദിലീപിൻ്റെ വീട്, നമ്മൾക്കറിയില്ല ഏതാ വീടെന്ന്. കണ്ട ഇവിടെ ഒരു പാലമുണ്ട് കേട്ടോ. അവിടെ നിന്ന് ഇങ്ങോട്ട് ആ പുഴയുടെ നടുക്കൂടി ഒരു പാലമുണ്ട് ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ട്. പിന്നെ അതിൻ്റെ താഴെ ഒരു റെയിൽ പാളമുണ്ട് കണ്ട. ഞങ്ങൾ ഇവിടെ മുങ്ങിക്കഴിഞ്ഞ് നമുക്ക് അമ്പലത്തിൽ കയറി അമ്പലത്തിൽ കയറാൻ പറ്റില്ല, പുറത്ത് നിന്ന് തൊഴാന്ന് പറഞ്ഞ് ഞങ്ങൾ നടക്കുക കേട്ടോ. നല്ല പൊരിഞ്ഞ വെയിലായിരുന്നു കേട്ടോ. വെയിൽ കൊണ്ടുകൊണ്ട് നല്ല തലവേദന. അവർക്കൊക്കെ ഷോളുണ്ടായി, എനിക്ക് അതുമില്ല. നല്ല വെയിൽ. ഇവിടെ പിന്നെ റോഡ് ശരിയാക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ടെൻറ്റ് കെട്ടിയിരിക്കുക ആളുകൾ. നമുക്ക് ബലി വേണമെങ്കിൽ ഇവിടെ ഇടാം. ഇവിടെ വന്ന് അമ്പലം എത്തി കേട്ടോ. അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഞങ്ങൾ തൊഴുതിട്ട് അങ്ങോട്ട് പോയിട്ടാ. കയറാൻ പറ്റൂല അമ്പലത്തിൻ്റെ അകത്ത്. അങ്ങനെയുള്ള പിണ്ണം മുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അകത്ത് കയറാൻ പറ്റൂല. ഞങ്ങൾ ആ പുറത്ത് നിന്ന് തൊഴുതട്ടാ. പുറത്ത് നിന്ന് തൊഴുത് ഞങ്ങൾ പോരുകയാണ് കേട്ടോ. എൻ്റെ മോനും എൻ്റെ ഹസ്ബൻഡും ഉണ്ട്. ഇതാണ് ഞങ്ങൾ വന്ന വണ്ടി. ഞങ്ങൾ വണ്ടി കയറിയിരുന്നു. ഇനി ഞങ്ങൾ വീട്ടിലോട്ട് തിരിക്കുക. നല്ല ബ്ലോക്കും ഉണ്ടായി പോന്നപ്പം. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയേട്ടാ. വീട്ടിലെത്തി അവിടെ തളിക്കാനായിട്ട് മേത്ത് തളിച്ചിട്ട് വേണം അകത്ത് കയറാൻ. തളിക്കാൻ അകത്ത് കയറിയതേ കസേര എല്ലാം ഇട്ട് വെച്ചിരിക്കുക ഭക്ഷണം കഴിക്കാനായിട്ട്. ഇനി നേരെ ഭക്ഷണത്തിലോട്ട് കിടക്കുക. അങ്ങനെ ഞങ്ങൾ പപ്പടം, പഴമില്ല കേട്ടോ, ചോറ്, സാമ്പാർ, രസം, മോര് കാച്ചിയത്, തൊടുകറികൾ ഒക്കെ ആയിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു.